നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത്. ICUവിൽ ചികിത്സയിലുണ്ടായിരുന്ന 50 രോഗികളെ ഒക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ആ തീപിടുത്തത്തിന് ശേഷം ഉണ്ടായ ചില ബുദ്ധിമുട്ടിനെ തുടർന്ന് 5 രോഗികളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മരണപ്പെട്ടത് എന്ന വളരെ വ്യക്തമായ വിവരമാണ്. ഇന്ന് രാവിലെ തന്നെ മനോരമയാണ് ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരാണ് ഈ ഒരു നിർദ്ദേശവും വിശദാംശങ്ങളും ഒക്കെ തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും അപകടത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നും 50ഓളം രോഗികളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എല്ലാ രോഗികളെയും മാറ്റി വാർഡിലേക്ക് സുരക്ഷിതമായി തന്നെ മാറ്റാൻ കഴിഞ്ഞുവെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു അന്ന് തീപിടുത്തത്തിന് ശേഷം അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ തീപിടുത്തം കഴിഞ്ഞ് 2 ദിവസം പിന്നിടുമ്പോൾ അത്ര ശുഭകരമായ വാർത്തയല്ല പുറത്തു വരുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അപകടത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും സംഭവം അങ്ങനെയല്ല പുറത്തു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വെന്റിലേറ്റർ യൂണിറ്റിലെ തീപിടുത്ത ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന 5 രോഗികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായതിനു ശേഷം വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന യുവാവും മരിച്ചിട്ടുണ്ട്. അഗ്നിബാധയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് മരണകാരണമെന്ന് മരിച്ച നെയ്യാറ്റിങ്കര സ്വദേശിനി സനീഷിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അപകടത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. 50ഓളം രോഗികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എല്ലാ രോഗികളെയും മാറ്റി വാർഡുകളിലേക്ക് സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണെന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നെയ്യാറ്റിങ്കര സ്വദേശി 38കാരൻ സനീഷ്, ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിലിടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചിറയൻകീഴ് സ്വദേശി ഓമന അമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്. അപകടശേഷം നില മെച്ചപ്പെട്ടു വന്നിരുന്ന സനീഷ് പൊടിയരി കഞ്ഞി കുടിച്ചു തുടങ്ങിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. തീപിടിച്ച വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന സനീഷ് തീപിടുത്തത്തിന് ശേഷം നില വഷളായെന്നും രക്ഷപ്പെട്ടില്ല എന്ന് അറിയിക്കുകയായിരുന്നുവെന്നുമാണ് പറയുന്നത്. ബുധനാഴ്ച തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ഉണ്ടായിരുന്ന തീപിടുത്തം വിരൽ ചൂണ്ടുന്നത് വൻ സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ്. ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്കും മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിലും രോഗികളും കൂട്ടിരിപ്പുകാരും ഇപ്പോഴും പലപ്പോഴായി ഭയപ്പാടിൽ തന്നെയാണ്. 2021 മേയിൽ സദേൺ നേവൽ കമാൻഡിലെ വിദഗ്ധ സംഘം സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഫയർ ഓഡിറ്റ് നടത്തിയപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളും സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകളും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ICUകളിൽ ഓക്സിജൻ ലൈനുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത എടുത്തുപറഞ്ഞ സംഘം അത് നേരിടുന്നതിനുള്ള സജ്ജീകരണങ്ങളുടെ കുറവുകളെക്കുറിച്ചും കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജിലെ ICUവിലെ അഗ്നിബാധയിൽ അവസാനിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന 36 രോഗികളെ ഉടൻ തന്നെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ടാങ്കുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കണമെന്നും 2021 നിർദ്ദേശങ്ങൾ തീപിടുത്തം ഉണ്ടായ സമയത്ത് പോലും പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെന്റിലേറ്ററുകളുടെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താത്തതും തീപിടുത്തത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും 1ഉം 2ഉമല്ല, അതിപ്പോൾ 1 ആയാലും ശരി 5 ആയാലും ശരി മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് തികച്ചും നമുക്ക് ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ആശ്വാസമേകാനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടിരിക്കാൻ പോയവർ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് മരിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഏറ്റുണ്ടാകുന്ന മരണമുണ്ടാകുന്നു, ചികിത്സാ പിഴവുണ്ടാകുന്ന മരണമുണ്ടാകുന്നു, കൈവിരലിന് ചികിത്സിക്കാൻ പോകുമ്പോൾ കാല് മുറിച്ചു മാറുന്ന അവസ്ഥയുണ്ടാകുന്നു, വയറിൽ ചികിത്സിക്കാൻ പോകുമ്പോൾ കൈ മുറിച്ചു മാറുന്ന അവസ്ഥ, വയറിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പഞ്ഞി എടുക്കാതിരിക്കുന്ന അവസ്ഥ, എന്തിനേറെ പറയുന്നു മൂർച്ചയുള്ള കത്രിക പോലെയുള്ള ഇൻസ്ട്രുമെന്റ് അടക്കമുള്ളവ എടുക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഭയപ്പാടല്ലോ അല്ലാതെ നമുക്ക് ഇതിലൊന്നും ഒരു മറുപടി ഇല്ല എന്നും പറയേണ്ടി വരും.